പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒപ്പം തന്നെ ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയും ഒട്ടനവധി പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർവതലസ്പർശിയായി എല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്തുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ രംഗത്ത് മുൻതൂക്കം നൽകുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും SSLC പരീക്ഷ എഴുതിയ 406 വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് 100% വിജയം കൈവരിച്ച പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിനെയും ആദരിച്ചത്. ടാലന്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവ് സുരേഷ് തെക്കീട്ടിലിനെയും ചടങ്ങിൽ ആദരിച്ചു. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിൽ, നിങ്ങളുടെ ഏകാന്തതകളിൽ അല്ലേ, ഇപ്പൊ എല്ലാവരും സൗഹൃദങ്ങളിൽ തന്നെ ചിലപ്പോൾ വീട്ടുകാരായിട്ടൊക്കെയുള്ള സൗഹൃദങ്ങൾ കുറവാണ്. അധിക സമയവും നമ്മൾ ഓൺലൈനിലാണ്. ഓൺലൈനിൽ പോകുന്നതും കാര്യങ്ങൾ അറിയുന്ന ഒരു തെറ്റേയില്ല. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ കണക്ടിവിറ്റി ഇല്ലാഞ്ഞാൽ ശ്വാസം കിട്ടാത്ത പോലെ ഉണ്ടാവും. കുറച്ചു നേരം വൈഫൈ ഒന്ന് ഓഫായി നോക്കട്ടെ, നെറ്റ് കിട്ടാതെ ആയി നോക്കട്ടെ, വലിയ പ്രയാസം ഉണ്ടാവും ഞങ്ങൾക്കടക്കം. കാരണം ഇത് പരസ്പരം എല്ലാം അറിയുന്നത് അതിലൂടെയാണ്. അറിയേണ്ട കാര്യങ്ങൾ അറിയണം, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം. പക്ഷെ എല്ലായിടത്തെയും പോലെ അവിടെയും ചതിക്കുഴികളുണ്ട്. അങ്ങനെ ലഹരി ഇത്തരം ഏകാന്തതകളിലേക്ക്, കുടുംബം ശ്രദ്ധിക്കാത്ത കുട്ടികളിലേക്കാണ് കൂടുതൽ കടന്നു വരുന്നത്. അച്ഛനും അമ്മയും ബാപ്പിയും അമ്മയൊക്കെ കുറച്ച് കുട്ടികളോടും ഇന്ററാക്ട് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം. നല്ല വർക്ക് ലോഡുള്ള മക്കളാണ് ഇന്നത്തെ കുട്ടികൾ. നമ്മളൊന്നും പഠിച്ച മാതിരിയല്ല. പരീക്ഷയ്ക്ക് ഗൈഡ് വാങ്ങി തൽക്കാലം വരുന്ന ക്വസ്റ്റ്യനൊക്കെയുള്ള ഉത്തരം കണ്ടെത്തി അത് പഠിച്ച് പരീക്ഷ എഴുതിയാൽ പാസ്സാവും. ഇവർക്ക് A+ കിട്ടണേ, ഫുൾ A+ കിട്ടണം. A+ കിട്ടിയാൽ തന്നെ തൊട്ടടുത്ത കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ടെൻഷനാണ്. അപ്പം അതുകൊണ്ട് നല്ല വർക്ക് ലോഡുള്ള കുട്ടികളാണ്. അവർക്ക് സാന്ത്വനമായി, അവർക്കൊരു സപ്പോർട്ടായി രക്ഷകർത്താക്കൾ ഉണ്ടാകണം. ഇതുപോലുള്ള ലഹരി പോലുള്ള ലഹരി മാഫിയകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. അവരുടെ പിടുത്തത്തിൽ പെടാതെ ഈ കുട്ടിയെ രക്ഷിക്കണം. വലിയ കോടികളുടെ ആ സംഖ്യയൊക്കെ പറഞ്ഞാൽ നെട്ടിപ്പോവും. കേരളത്തിൽ വിൽക്കുന്ന MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അളവ് ആർക്കാണ് വിൽക്കുന്നത്? 10 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഇത് വിൽക്കുന്നത് എന്നാണ് കണക്ക്. 80% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായം, SLC +2 ഒക്കെ കഴിഞ്ഞവരുടെ പ്രായം. അപ്പൊ ആ ഒരു ജാഗ്രത നമ്മളിൽ ഉണ്ടാവണം. ഉന്നത വിജയം കൈവരിച്ച 120ഓളം വിദ്യാർത്ഥികളെയാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്കായി ആദരിക്കൽ ചടങ്ങ് ഒരുക്കിയത്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒട്ടനവധി പദ്ധതികളാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ, മെയ് അവസാനത്തിൽ 1500 കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ഇന്ന് എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു ആ പരിപാടി. ഒപ്പം തന്നെ പിന്നെ ആദ്യമായിട്ടാണ് ഈ സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകളിൽ 100% വിജയം നേടിയ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ആദരിക്കുന്നൊരു ചടങ്ങും അവിടെ നടത്തി. അത് വ്യത്യസ്തമാണ്. 600-ൽ പരം കുട്ടികൾ പരീക്ഷ എഴുതിയ ആ കുട്ടികൾ 100% വിജയം കൊയ്യുക എന്ന് പറയുന്നൊരു ഗവൺമെൻറ് സ്കൂൾ. അത് നമുക്കൊക്കെ പെരിന്തൽമണ്ണക്കാരായ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. പെരിന്തൽമണ്ണയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വിദ്യാഭ്യാസ മേഖലയിൽ ആകുന്ന ഓരോ ആളുകൾക്കും സന്തോഷിക്കാൻ വക നൽകുന്നതാണ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ വിജയം. അപ്പോൾ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് നടത്തുകയുണ്ടായി. അത് വ്യത്യസ്തമായ ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുത്തുകൊണ്ട് ഒട്ടനവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. ഏതായാലും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒപ്പം തന്നെ ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയും
ഒട്ടനവധി പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ചടങ്ങിൽ പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി വി ബാബുരാജ്, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ C ഇർഷാദ്, റജീന ടീച്ചർ, സുരേഷ് തെക്കീട്ടിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആരോഗ്യമേഖലയിൽ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം, വയോധികർക്ക് പെൻഷൻ പദ്ധതി തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ കരുതൽ ലഭ്യമാകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രാധാന്യം നൽകി മറ്റുള്ളവർക്ക് മാതൃക തീർക്കുകയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരം പ്രവർത്തികളിലൂടെ. ചാനൽ 10 പെരിന്തൽമണ്ണ. Claris Designer Jewelry, Calicut Road, Perindalmanna.